ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി സാധാ ദോശ എങ്ങനെ നല്ല ക്രിസ്പി ആയിട്ട് നല്ല സ്വർണ്ണ കളറോടുകൂടി ഉണ്ടാക്കാം എന്നുള്ളതാണ്. എത്ര തന്നെ ശ്രമിച്ചിട്ടും അതേപോലെ കിട്ടാത്തവർക്ക് നല്ല 2 ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടാൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. അതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് റവ, ഏകദേശം ഒരു അരക്കപ്പ് റവ പൊടിക്കുന്ന ജാറിലേക്ക് ഇട്ട് ഒന്ന് പൊടിച്ച് വരണം. നമ്മൾക്ക് ഈ റവ മുഴുവൻ്റെ ഒന്നും ആവശ്യമില്ല, ഇതേപോലെയാണ് നമ്മൾ പൊടിച്ചെടുത്തിരിക്കുന്നത്. അല്പം തരി വേണം. ഇനി ഒരു ബൗളിലേക്ക് 1 സ്പൂണ് കടലപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരല്പം വെള്ളം, 1 സ്പൂൺ മാത്രം വെള്ളം ഒഴിച്ച് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കടലപ്പൊടി നേരിട്ട് നമ്മൾ മാവിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ മിക്സായി കിട്ടില്ല, കട്ട ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചേർക്കുന്നത്. ഇനി നമ്മൾക്കൊരു 4 പേർക്കുള്ള ദോശ, 4 ദോശയുടെ അളവിന് ദോശ ബാറ്റർ എടുക്കുക. സാധാരണ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന അതേ ദോശ ബാറ്ററാണ്, നല്ല പുളിച്ചൊക്കെ വന്നതാണ്. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നതിന് ശേഷം കലക്കി വെച്ചിരിക്കുന്ന കടലപ്പൊടിയുടെ മിശ്രിതം അതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഇനി അതിലേക്ക് 1 സ്പൂണ് റവ പൊടിച്ചത്, ഇത്ര മതി, അതും കൂടി ചേർത്ത് നമ്മൾ ഒരല്പം വെള്ളം, ആ റവ ഒഴിച്ചതിന് കണക്കാക്കിയിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് ശരിക്കും ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതേപോലെ ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ആ കടലമാവ് ചേർത്തുകൊണ്ട് നല്ല കളറായിട്ടും കിട്ടും. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ പുളിപ്പൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുറഞ്ഞു വരും. ഒരു 2 മിനിറ്റ് അവിടെ ഇരുന്നതിന് ശേഷം നമ്മൾക്ക് ഇതൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഒരു ദോശ തവ അത് അടുപ്പിലേക്ക് വെച്ചു, ഫ്ലെയിം ഓണായി കൊടുത്തു. ഒരു മീഡിയം ചൂടായതിന് ശേഷം നമ്മൾ ദോശ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതേപോലെ നമ്മളിപ്പോൾ നോൺ സ്റ്റിക്ക് ആണെങ്കിൽ നമ്മൾക്ക് പെട്ടെന്ന് അതൊന്ന് വിട്ടുപോരും. അപ്പോൾ നന്നായിട്ട് ചുവന്ന് വരില്ല. അപ്പോൾ നമ്മൾ കടലപ്പൊടി ചേർത്തുകൊണ്ട് തന്നെ ഒന്ന് ചുവന്ന് കിട്ടും. അപ്പോൾ നമ്മൾ അധികം ചൂടത്ത് അങ്ങനെ വെക്കരുത്, നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട്. പിന്നെ ഇരുമ്പിൻ്റെ തവേണയെ നമ്മൾക്ക് അതേപോലെ കൃത്യമായിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ അതിലേക്ക് നെയ്യ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, 1 സ്പൂൺ അളവിൽ. എന്നിട്ട് ഇതേപോലെ ചെയ്യുക. അപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് 2 മിനിറ്റോളം അതൊന്ന് വെക്കണം. അപ്പോഴാണ് ഇതേ കളർ കിട്ടുക. അപ്പോൾ നമ്മൾക്ക് ഇതേമാതിരി കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മേലെ ഒരു അല്പം കൂടി ഞാൻ നെയ്യ് തടവി കൊടുത്തു. അപ്പോൾ അടിപൊളി ദോശയായി. ഇതേപോലെ ദോശ മാവിൽ നിങ്ങൾ മിക്സ് ചെയ്തിട്ട് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. രണ്ടാമത്തെ ഞാൻ അതേപോലെ കാണിച്ചു തരാം. ഇപ്പോൾ രണ്ടാമത്തെ ദോശ നമ്മൾ ഇതേപോലെ പരത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതേപോലെ ഒന്ന് ടിപ്പ് ഒന്ന് ഫോളോ ചെയ്തിട്ട് ദോശ ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ആ നല്ല പുളിച്ച മാവിലേക്ക് നമ്മൾ കടലപ്പൊടി റവ ഇടുന്ന സമയത്ത് ഒന്ന് മാവ് തിക്കായി വരും. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് നല്ല കളറായിട്ടും കിട്ടും. അപ്പോൾ അടിപൊളിയായില്ലേ. അതിൻ്റെ കൂടെ നമ്മൾക്ക് ഈ ഒരു ചുവന്ന ചമ്മന്തിയും കൂടി ഉണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ട് കഴിക്കാം. ഇപ്പം ഞാൻ അതിൻ്റെ മൂന്നാമതൊരു ദോശ കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ക്രിസ്പിനെസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അടിപൊളിയല്ലേ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.